ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ട്രെയിനിലാണ്. ട്രെയിൻ യാത്ര കാണുമ്പോൾ അറിയാലോ, ഞാൻ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ദുബായിൽ നിന്ന് വന്നിട്ട് സാധാരണ വരുന്നതിൻ്റെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ പോകാറാണ് പതിവ്. ഇത്തവണ ഒരു 3-4 ദിവസം ഒന്ന് ലേറ്റായി. എങ്കിലും എനിക്ക് ആ വന്ന വീക്സിൽ തന്നെ പോയി തൊഴാനായിട്ട് സാധിച്ചു. അത് തന്നെ വലിയൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എന്തായാലും അതിനായിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്താ പറയുക, ഇത്തവണ ജനശതാബ്ദിയിൽ ആണ് ഞാൻ പോയത്. കാരണം വേണാടിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പാസഞ്ചർ ട്രെയിൻ മിസ്സായി പോകുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ, അത് കാരണം എനിക്ക് ജനശതാബ്ദി വന്നതുകൊണ്ട് തന്നെ എനിക്ക് വടക്കുന്നാഥനെ കയറി തൊഴാനും സാധിച്ചു കേട്ടോ. അപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ ഞാൻ മുടങ്ങാതെ പോയി തൊഴുതുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണല്ലോ. അപ്പോഴിതെല്ലാം എന്തായാലും ഭഗവാൻ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം തന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ സാമാന്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിച്ചു. ഇത്തിരി വീഡിയോ പിടിക്കാനൊക്കെ ഉള്ളൊരു സമയമൊക്കെ എനിക്ക് അവിടെ ലഭിച്ചു. കാരണം അത് ജനശതാബ്ദി വന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. വേണാടിൽ വന്നാൽ എനിക്ക് വടക്കുന്നാഥനിൽ കയറാൻ പറ്റില്ല. അത് കാരണമാണ് ഞാൻ പിന്നെ ആ ഒരു റിസ്ക് എടുക്കണ്ട. അതുമല്ല, വേണാടിൽ വന്നാൽ മിക്കപ്പോഴും ഈ പാസഞ്ചർ ട്രെയിൻ മിസ്സാവുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചത്. എന്തായാലും മഴയൊക്കെ മാറി നിന്നു. അത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമായി. കാരണം മഴ പെയ്തിരുന്നു. അതൊക്കെ ഞാൻ ട്രെയിനിലായിരുന്ന സമയത്തൊക്കെയാണ് പെയ്തത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കുടയൊന്നും എടുക്കുന്ന പതിവില്ല. എന്തായാലും കുറച്ച് നാളായി വടക്കുന്നാഥനെയൊക്കെ കണ്ടിട്ട്. ഏകദേശം 1 മാസത്തെ ഗ്യാപ്പ് അങ്ങോട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഇടയ്ക്ക് 1 മാസം അങ്ങനെ തൊഴിൽ മുടങ്ങാറുള്ളൂ. എന്തായാലും ഭഗവാനെ കണ്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എങ്കിലും എനിക്ക് ഇവിടെ മഹാദേവനെയും കണ്ട് തൊഴാനൊക്കെ സാധിച്ചതിൽ വലിയ സന്തോഷമായി. എന്താ പറയുക, പിന്നെ അവിടുന്ന് നേരെ പോയത് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അവിടുന്ന് പാസഞ്ചർ ട്രെയിനുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇപ്പം ഒരുപാട് പേര് ഗുരുവായൂർക്ക് പോകുന്നുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും ഇപ്പം ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വന്നെന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ വീഡിയോസിലല്ല എപ്പോഴും പറയുന്നതാണ്. ബോറടിക്കുന്നുണ്ടാവുമല്ലേ, എന്നാലും കേട്ടോണ്ടിരിക്കുക കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. ഭഗവാന്റെ അടുത്തേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവിടെയൊന്നും പോകാൻ സാധിച്ചെങ്കിൽ എന്ന്. അപ്പോൾ അതൊക്കെ സാധിക്കാനായിട്ട് നമ്മൾ കൂടെ പരിശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ സാധാരണ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ ഞാൻ അവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങി നേരെ പാർത്ഥസാരഥിയിൽ പോയി തൊഴുതു. അവിടെ നിന്ന് പിന്നെ മമ്മിയൂർ പോയി കേട്ടോ. എനിക്ക് മമ്മിയൂർ പോയതും കുറച്ച് വീഡിയോ ഒന്ന് ജസ്റ്റ് എടുക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മമ്മിയൂരും പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിയത് കേട്ടോ. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തി തൊഴുതു തിരിച്ച് മടങ്ങുവാണ്. തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞാൻ ഈ എന്താ പറയുക, ഗരുഡൻ്റെ ആ ഒരു വീഡിയോസ് എടുത്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഞാൻ ഗുരുവായൂർ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ.